പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവിക തിരഞ്ഞെടുപ്പിനെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ ഇപ്രകാരം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ഭൂമിയിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. ബലവാന്മാരെ ലജ്ജിപ്പിപ്പാൻ ദൈവം ബലഹീനമായതിനെ തിരഞ്ഞെടുത്തു. കർത്താവിൻ്റെ വചനത്തിൽ അനേക ഭക്തന്മാരെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. മോശയുടെ തിരഞ്ഞെടുപ്പ് തൻ്റെ ജീവിതത്തിൽ ബലമുണ്ടായിട്ടല്ല, തൻ്റെ ബലഹീനതയെ മനസ്സിലാക്കി കർത്താവാണ് തന്നെ തിരഞ്ഞെടുത്തത്. നമുക്കറിയാം, മോശ ദൈവസന്നിധിയിൽ ഒത്തിരി ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. കർത്താവെ, നിനക്ക് ബോധിച്ച മറ്റാരെങ്കിലും അയക്കണമേ, എന്നെക്കൊണ്ട് ഇത് പറ്റത്തില്ല, ഞാൻ തടിച്ച നാവുള്ളവനാണ്, ഞാൻ വിക്കനാ, എനിക്ക് യോഗ്യതയില്ല. പക്ഷേ ദൈവിക തിരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത, ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ബലഹീനമായതിനെ കർത്താവ് തിരഞ്ഞെടുക്കുകയാണ്. വേദിയിൽ നിൽക്കുന്ന മോശയെ പലരും കാണുമ്പോൾ, നായകനായി നിൽക്കുന്ന മോശയെ പലരും കാണുമ്പോൾ, സ്തോത്രം, ഒരു രാജാവിൻ്റെ മുൻപിൽ ധൈര്യത്തോടെ നിന്ന് ശുശ്രൂഷിക്കുന്ന മോശയെ പലരും കാണുമ്പോൾ, അതിൻ്റെ മുൻപേ 40 വർഷക്കാലം മരുഭൂമിയിലായിരുന്ന മോശയെക്കുറിച്ച് ആരും തന്നെ ചിന്തിക്കാറില്ല. പ്രൈസ് ദി ലോർഡ്. മോശയുടെ ലൈഫിൽ ഒരു പാസ്റ്റ് ഉണ്ടായിരുന്നു. മോശയുടെ ലൈഫിൽ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയതിന് ശേഷവും ഒത്തിരി ഫ്രസ്ട്രേഷൻസിലൂടെ കടന്നുപോയി. ഇസ്രായേൽ ജനത്തിൻ്റെ പല സ്വഭാവ രീതികളും പല പിറുപിറുപ്പുകളും ഒക്കെ കേട്ടിട്ട്, കർത്താവെ, എന്തുകൊണ്ട് എന്നെ ഇത് ഏൽപ്പിച്ചു എന്നൊക്കെ താൻ ദൈവസന്നിധിയിൽ ചിന്തിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന ഭാഗങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ലോർഡ്. എൻ്റെ പേര് മായ്ച്ചു കളയണമെന്ന് താൻ കർത്താവിനോട് പറയുക. ദൈവമക്കളെ, ഒരിക്കലും കരുതൽ വേദിയിൽ നിൽക്കുന്നവർ, ശുശ്രൂഷിക്കുന്നവർ, 4 പേരുടെ മുൻപിൽ നിൽക്കുന്നവരൊക്കെ യോഗ്യതയും കഴിവും ബലം ഉള്ളവരായിട്ടാണെന്ന് നമ്മളൊരിക്കലും ചിന്തിക്കല്ല. ബലഹീനമായതിനെയാണ് കർത്താവ് തിരഞ്ഞെടുത്തത്. ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ബലഹീനമായതിനെ തിരഞ്ഞെടുത്തു. അതുപോലെ തന്നെയാണ് ഗിദെയോൻ. കർത്താവിൻ്റെ ദൃഷ്ടിയിൽ കർത്താവ് പറയുന്നത്, ഗിദെയോനെ, നീ ഒരു പരാക്രമശാലിയാണ്, നീ ഒറ്റ മനുഷ്യനെ പോലെ നീ യുദ്ധം ചെയ്യും. പക്ഷേ ഗിദെയോൻ്റെ ജീവിതത്തിൽ ഒരു കോൺഫിഡൻസ് ഇല്ല, ഒരു ധൈര്യമില്ല. താൻ കർത്താവിനോട് അടയാളം ചോദിക്കുന്നുണ്ട്. സ്തോത്രം. താൻ ആ മിദ്യാനിയരുടെ കൂടാരത്തിൽ ചെല്ലുമ്പോൾ ഒരു വ്യക്തി പറയുന്ന സ്വപ്നത്തെക്കുറിച്ച് കേൾക്കുമ്പോഴാണ് തനിക്ക് വീണ്ടും ധൈര്യം ലഭിക്കുന്നത്. സ്തോത്രം. പുറമേ പലതും ചെയ്ത ഗിദെയോനെ നമ്മളൊക്കെ മനസ്സിലാക്കുകയും ആ ഗിദെയോനെക്കുറിച്ച് നമ്മളൊക്കെ പറയുകയും ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ടൊരു വിഷയം, ഈ വ്യക്തിത്വത്തിന് തന്നെ തൻ്റെ ലൈഫിൽ ബലം നഷ്ടപ്പെട്ടു പോയി എന്ന് തോന്നിയ പല സാഹചര്യങ്ങളും കടന്നു വന്നിട്ടുണ്ട്. ഗിദെയോൻ ചോദിക്കുന്നുണ്ട്, കർത്താവെ, അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇതൊക്കെ സംഭവിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ അങ്ങനെയല്ലേ? പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങളും ദൈവം കൂടെ ഉണ്ടോ, ദൈവം കൂടെ ഉണ്ടെങ്കിൽ എന്തിനാണ് ഇതൊക്കെ സംഭവിക്കുന്നത് നമ്മൾ ചോദിക്കാറില്ലേ? ദൈവത്തിൻ്റെ വചനത്തിൽ പത്രോസ് പ്രാഗൽഭ്യത്തോടെ എഴുന്നേറ്റ് നിന്ന് ശുശ്രൂഷിക്കുന്ന ഒരു പത്രോസിനെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഒറ്റ പ്രസംഗത്തിൽ 3000 പേരാണ് സ്നാനപ്പെടുന്നത്. എന്നാൽ അതേ പത്രോസിൻ്റെ ജീവിതത്തിൽ ബലം നഷ്ടപ്പെട്ടു പോയ സാഹചര്യങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. യേശുവിനെ തള്ളിപ്പറഞ്ഞ സാഹചര്യങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. 3 പ്രാവശ്യം കർത്താവിനെ തള്ളിപ്പറഞ്ഞ പത്രോസിനെ കൊണ്ട് 3 പ്രാവശ്യം ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നുവെന്ന് കർത്താവ് പറയിപ്പിച്ചിട്ടാണ് ഈ പത്രോസിനെ കർത്താവ് ശുശ്രൂഷയിലേക്ക് കൊണ്ടുവരുന്നത്. പൗലോസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ, പൗലോസ് സഭയെ ഉപദ്രവിച്ച് ക്രിസ്ത്യാനിത്വത്തെ മുടിക്കുവാൻ വേണ്ടി രേഖകളും പത്രങ്ങളുമായി കടന്നു പോകുന്ന ഒരു മനുഷ്യനാണ്. എന്നാൽ ആ പൗലോസിനെ കർത്താവ് ഉപയോഗിക്കുകയാണ്. അതുകൊണ്ട് ഒരിക്കലും ദൈവിക തിരഞ്ഞെടുപ്പ് നമ്മുടെ മാനുഷിക ബുദ്ധി കൊണ്ട് നമ്മൾ ചിന്തിക്കരുത്. കാരണം കർത്താവ് ഉപയോഗിക്കുന്നവർ ബലഹീനരാണ്. വേദികളിൽ നിൽക്കുന്നവർ ഒരിക്കലും ബലവാന്മാരായിട്ടല്ല. ഒരുപക്ഷെ അവരൊരു വേദിയിൽ നിൽക്കുമ്പോൾ ഒരു ബലവാനായിട്ടായിരിക്കും അവർ നിൽക്കുന്നത്. പക്ഷേ നാം മനസ്സിലാക്കണം, ദേ ടു ഹാവ് എ പാസ്റ്റ്. അവരുടെ ഒരു പാസ്റ്റ് ലൈഫുണ്ട്. അവർ ക്ഷണിച്ചു പോയ മേഖലകളുണ്ട്. എന്നാൽ അവിടങ്ങളിലൊക്കെ അവർ കർത്താവിൽ ആശ്രയിച്ച് വീണ്ടും ധൈര്യപ്പെട്ട് തളർന്നു പോകാതെ മടുത്തു പോകാതെ മുന്നോട്ട് യാത്ര ചെയ്തതുകൊണ്ടാണ് അവരിലൂടെ വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്തെടുത്തത്. ഏലിയാ പ്രവാചകനെക്കുറിച്ച് നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ കാണുവാൻ കഴിയുന്ന വലിയ ശുശ്രൂഷ ചെയ്തതാണ്. ഒറ്റയൊരു മനുഷ്യനായി നിന്നുകൊണ്ട് എല്ലാവരുടെയും മുൻപിൽ ജീവനുള്ള ദൈവം, ഇസ്രായേലിൽ ഒരു ദൈവം മാത്രമേ ഉള്ളൂ തെളിയിച്ച പ്രവാചകനാണ്. പക്ഷേ ആ ഏലിയാവ് പോലും ചില വാക്കുകളുടെ മുൻപിൽ ക്ഷീണിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് ദൈവിക തിരഞ്ഞെടുപ്പിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഓർത്തിരിക്കേണ്ട കാര്യം,
കർത്താവ് ബലമുള്ളതിനെയല്ല തിരഞ്ഞെടുത്തത്, ബലഹീനമായതിനെ കർത്താവ് തിരഞ്ഞെടുത്തു ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ. ആ ദൈവിക തിരഞ്ഞെടുപ്പിനെ ആഴമായി മനസ്സിലാക്കി കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ.